ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ബ്രൗണീസൊക്കെ തയ്യാറാക്കി നോക്കണ്ടേ. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ മുമ്പൊരു ചോക്ലേറ്റ് ഫഡ്ജ് കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഒരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അത് മുകളിലും താഴെയും ചൂട് കൊടുത്തിട്ടാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ട്രേ ഒന്ന് നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബട്ടർ ഒന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ബട്ടർ ഇവിടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് മൈദമാവ് ഒന്ന് തൂകിയിട്ട് നമുക്കിതിനെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ട്രേയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ എക്സ്ട്രായും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി നമുക്കിതിലേക്ക് 2 എഗ്ഗ് വേണം. അപ്പം അത് നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിതിനെ രണ്ടിനും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഇതൊന്നും ഇങ്ങോട്ട് പതഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ. ഈ ബട്ടറും എഗ്ഗും പഞ്ചസാരയൊക്കെ കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും അങ്ങനെ പറയുകയാണെങ്കിൽ 1/2 കപ്പിന്ന് 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഹാൻഡ് മിക്സർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഇവിടെ എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാനൊരു ചട്ടകം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് 180 ഡിഗ്രി തന്നെ ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്കിൽ പറ്റി പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ബ്രൗണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
അത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ബ്രൗണി റെഡിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയോ അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പിയുമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.